നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ മുറ്റുമായി കടന്നു വരികയാണ്. കർത്താവേ, നിറഞ്ഞ ദൈവ സാന്നിധ്യം കർത്താവേ ഇതിന്റെ നടുവിൽ ചലിക്കുന്നതിനായി നന്ദി. കർത്താവെ വന്ന് നിന്ന സമയം മുതൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ നിന്റെ ആത്മ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടുന്നതിനായി നന്ദി. കർത്താവെ, കൃപ എന്നല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പറയുവാനില്ല. ഇന്ന് രാത്രി കർത്താവെ നിന്റെ ശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ കാതോർക്കുകയാണ്. കർത്താവെ, ഒരു മാനുഷിക തലം ഇന്ന് രാത്രി ഇവിടെ ഉയരാതെ വേണം. പരിശുദ്ധാത്മാവെ, നിനക്ക് ചെയ്തെടുക്കേണ്ടത് ഇന്ന് വചനത്തിൽ കൂടെ ചെയ്തെടുക്കുവാൻ ആരെങ്കിലും ഹൃദയം മുറിഞ്ഞവരായി ഇന്ന് രാത്രി ഇതിന്റെ മധ്യത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ശക്തി ഇന്ന് ആ മുറിവിനെ കെട്ടുവാൻ, കർത്താവെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പണിതുവാൻ, കർത്താവെ തുടർന്നുള്ള നാളുകൾ കർത്താവെ കഴിഞ്ഞതിനെതിരെക്കാൾ കർത്താവെ ഉള്ളിനകത്തൊരു ഫയർ കർത്താവെ ഇന്ന് രാത്രി ഞങ്ങളകത്ത് വെളിപ്പെടുവാൻ, കർത്താവെ അടുത്തൊരു ഷിഫ്റ്റ് ഞങ്ങളുടെ തലത്തിൽ ആത്മീയ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നീ കർത്താവെ ഇന്ന് രാത്രി ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മഹത്വവും മാനം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. തിരുവചനം കർത്താവെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അടിയിൽ നിൽക്കുമ്പോൾ കർത്താവെ സകല അടിയുടെ നാവിനെ ബുദ്ധിമണ്ഡലങ്ങളെ ശബ്ദത്തെ കർത്താവെ സകലതും നീ തന്നെ ഏറ്റെടുക്കുന്നതിനായി നന്ദി. ഉച്ചമായി ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. സകലതും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കണം. 34-ാം സങ്കീർത്തനം. 34-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. ഇതിന്റെ തലക്കെട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം ആമേൻ. അതും പറയുന്നത് ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ സങ്കീർത്തനം. നമുക്കെല്ലാവർക്കും അറിയാം, ദാവീദ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ശൗൽ രാജാവിനെ ഭയപ്പെട്ട് ദാവീദ് ഒരു താവളത്തിൽ നിന്ന് മറ്റു താവളത്തിലേക്ക് മാറി മാറി ഓടി നടക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന കാലഘട്ടം. ആമേൻ. അങ്ങനെ ശൗലിന്റെ അതിർത്തി വിട്ട് ദാവീദ് മാറുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കടന്നു ചെല്ലുന്ന സമയത്ത് ഈ അബീമേലെക്കിന്റെ പട്ടാളക്കാർ ദാവീദിനെ തിരിച്ചറിയുക. ദാവീദിനെ കണ്ട് അവർക്ക് മനസ്സിലായി ഇത് ദാവീദാണ്, ഇവനെ പറ്റിയാണ് വർഷങ്ങൾക്ക് മുമ്പ് പാടിയത്. ശൗൽ 10,000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ആമേൻ. ഇത് തിരിച്ചറിഞ്ഞിട്ട് പട്ടാളക്കാർ ഇവനെ പിടിച്ച് അബീമേലെക്കിന്റെ മുമ്പിൽ കൊണ്ടിടുമ്പോൾ അവിടെ അവൻ ബുദ്ധിഭ്രമം അഭിനയിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ പാടിയ സങ്കീർത്തനമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ആമേൻ. ഇന്ന് രാത്രി എന്റെ കുറുവാക്യമായി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 10ാമത്തെ വാക്യമാണ്. ബാലസിംഹങ്ങളും ഇരവിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ആമേൻ. ആർക്കാ കുറവില്ലാത്തതെന്ന് നമുക്ക് വ്യക്തമാണ്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക്. എന്നാൽ ഇന്ന് രാത്രി ഈ വാക്യത്തിന് എനിക്ക് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ പിതാവിന്, നമ്മുടെ അപ്പന് നമ്മളെ കുറിച്ചൊരു അസാധാരണമായ ഒരു കരുതലുണ്ട്. ആ കരുതൽ എന്താണെന്ന് വെച്ചാൽ നിനക്ക് നിന്റെ ഉപരി നിന്റെ ആവശ്യത്തെ തിരിച്ചറിയുന്ന ദൈവ സാന്നിധ്യം. നിനക്ക് അന്നു വേണ്ടത് എന്തോ അത് നിനക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവം. ഇന്ന് രാത്രി അതാണ് ആ കുറുവാക്യത്തിൽ നമുക്ക് കാണുന്നത്. ബാലസിംഹങ്ങൾ ഇരുകെട്ടാതെ ഇരുന്നാൽ പോലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ പ്രസംഗിക്കുന്നത് ഒരു ഭൗതിക വിഷയത്തെ കുറിച്ചല്ല. ഇന്ന് രാത്രി നിന്റെ ആത്മീയ സ്പിരിച്വൽ ലൈഫിൽ നിനക്ക് വേണ്ടത് എന്താണോ അത് നിന്റെ പിതാവിന് നിന്നെ കുറിച്ച് അറിയാം. നീ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കും നിനക്കും എനിക്കും നിനക്ക് വേണ്ടി ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ കരുതുന്ന ദൈവം നിനക്കും എന്റെയും നിന്റെയും ജീവിതത്തിൽ ആവശ്യമെന്തെന്ന് തിരിച്ചറിഞ്ഞ് നിന്നെ പോഷിപ്പിക്കുന്ന ദൈവം, ആ ദൈവത്തെ അല്പസമയം നമുക്ക് ചിന്തിക്കാം. ഈ കുറുവാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്യം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 14-15 വായിക്കും. അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി പുരുഷാരൻ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. മതി.
നമുക്ക് സുപരിചിതമായ വിഷയമാണ്. ആമേൻ. ആമേൻ. യേശു ക്രിസ്തു പുരുഷാരത്തിന്റെ മധ്യത്തിൽ നിന്ന് ആമേൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുക. ആമേൻ. അങ്ങനെ തടിച്ചുകൂടിയ ജനത്തിന്റെ നടുവിൽ യേശു ക്രിസ്തു നിൽക്കുമ്പോൾ അവിടെ ഒരു ആവശ്യമായ ശിഷ്യന്മാർ കടന്നു വരിക. ആമേൻ. ഇന്ന് രാത്രി അതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. ആമേൻ. നമുക്ക് ആ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഇത്രയുള്ള ശിഷ്യന്മാർക്ക് വേണ്ടത് ആമേൻ ആ ശുശ്രൂഷ അവിടെ അവസാനിപ്പിക്കണം, ആശീർവാദം പറയണം. ആമേൻ. തിരുവചനം പഠിച്ചാൽ അറിയാം, യേശു ക്രിസ്തു എവിടെയൊക്കെ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ടോ അവിടെ ഒന്നും ഒരു ആശീർവാദം പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. ആമേൻ. പറഞ്ഞു വിടുക എന്നുള്ള വാക്കാണ് ഞാൻ പലയിടത്തും തിരുവചനത്തിൽ കാണുന്നത്. പറഞ്ഞു വിടുക എന്ന് വെച്ചാൽ ആമേൻ യേശു അവരെ പറഞ്ഞയക്കുകയാണ്. ആമേൻ. കാര്യം അവനെ വിട്ട് അവർക്ക് അവന്റെ സാന്നിധ്യം വിട്ട് ആർക്കും കടന്നു പോകുവാൻ സാധിക്കുന്നില്ല. ആരൊക്കെ അവന്റെ സാന്നിധ്യത്തിനകത്തേക്ക് കയറി നിന്നിട്ടുണ്ടോ അവർക്കാർക്കും അവനെ വിട്ട് പിന്നെ പിരിയുവാൻ സാധിക്കുന്നില്ല. ആമേൻ. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ശിഷ്യന്മാർ അവന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. 3 കാര്യങ്ങൾ അതിനുവേണ്ടി ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത്. ഗുരു, നിനക്ക് ഇത് സ്ഥലം ഏതാണെന്ന് അറിവുണ്ടാകണം. ഗുരു, നിനക്ക് ഇത് സമയം ഏതാണെന്ന് അറിവുണ്ടാകണം. ഗുരു, ഇവരുടെ ആവശ്യം എന്താണെന്ന് സമയം നിനക്ക് അറിവുണ്ടാകണം. ആമേൻ. ആമേൻ. സ്ഥലം മരുഭൂമി. ആമേൻ. സമയം വളരെയേറെ അതിക്രമിച്ച് കടന്നുപോയി. ആമേൻ. ആവശ്യം അവർക്ക് വിശപ്പുണ്ട്. ആമേൻ. ആമേൻ. ഇവരുടെ ചോദ്യം കേട്ടാൽ തോന്നും ഈ വിളിച്ചവരെ ഇതൊന്നും അറിയത്തില്ല എന്ന്. ആമേൻ. എങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വചനത്തിൽ കയറുന്നതിന് മുമ്പ് ആലോചന പറയാം. ഇന്ന് രാത്രി നിത്യജീവന്റെ മൊഴി വിട്ട് ആമേൻ നിത്യജീവന്റെ മൊഴി ഇവന്റെ മക്കളാ ഉള്ളത്. ഇവരെ വിട്ട് നമ്മൾ എവിടേക്ക് പോകുവാനാ? ഇന്ന് രാത്രി നമ്മൾ കൂടി വന്നിരിക്കുന്നത് അവന്റെ വായിലെ ലാവണ്യ വാക്ക് കേൾക്കുവാൻ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ദൈവ സാന്നിധ്യത്തിനകത്ത് വാഞ്ചിയോടെ കടന്നു വന്ന ദൈവജനത്തോട് പറയുവാനുള്ളത് ആമേൻ, നീ അവനോട് അടുത്ത് നിന്നാൽ, ആമേൻ നീ അവനെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ, ആമേൻ നിനക്ക് വേണ്ടത് എന്തെന്ന് തിരിച്ചറിയുന്ന ദൈവം. ആമേൻ. നിന്നെ അന്നെന്നുള്ളത് വേണ്ടി തന്ന് നിന്നെ പോഷിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. അങ്ങനെ ശിഷ്യന്മാർ അവന്റെ മുന്നിലേക്ക് വിഷയം എടുത്തിടുകയാണ്. അതിൽ ഒന്നാമത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞത്, ഗുരു, ഈ സ്ഥലം ആമേൻ അതൊരു മരുഭൂമിയാണ്, അതൊരു നിർജ്ജന പ്രദേശമാണ്. പക്ഷെ ശിഷ്യന്മാർ ഒരു കാര്യം മറന്നുപോയി. തന്റെ പിതാക്കന്മാരെ ഈ പറയുന്ന മരുഭൂമിയിലൂടെ 40 വർഷം ആമേൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി ചെങ്കടൽ പിളർന്ന് ആമേൻ അതിന്റെ നടുവിൽ കൂടി നടത്തി. കാടപക്ഷിയെ കാറ്റിനാൽ അടുപ്പിച്ച് തലയ്ക്ക് മീതെ കാടപക്ഷിയെ കഴിയത്ത് ദൂരത്ത് നിർത്തി അവരുടെ വാഗ്ദത്തത്തിലേക്ക് 40 വർഷം നടത്തിയവന്റെ മുന്നിൽ പോയി നിന്നാണ് ആമേൻ ഈ 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യം പറയുന്നത്. ആമേൻ. കഴിഞ്ഞ നാളിലെ ചരിത്രം അവനെ പറ്റി ചിന്തിച്ചാൽ 40 ലക്ഷം ജനത്തെ നടത്തിയവന്റെ മുന്നിൽ ചെന്ന് ഈ 5000 കഴിയുമോ എന്നൊരു ചോദ്യം. ആമേൻ. അങ്ങനെ അങ്ങനെ ശിഷ്യന്മാർ ഇവന്റെ മുന്നിലേക്ക് മരുഭൂമി എന്ന വിഷയത്തെ പ്രതിസന്ധിയെ എടുത്തിടുകയാണ്. ആമേൻ. പക്ഷെ ഇവരാരോടാ പറയുന്നതെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധ്യമില്ല. യേശുവിനെ തന്നെ ബുദ്ധിയുടെ ബുദ്ധി കൊണ്ട് ആമേൻ നമ്മുടെ മാനുഷിക തലം കൊണ്ട് ഒതുക്കി വെക്കുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ യേശു അവരോട് പറയുകയാണ്. ആമേൻ. നമുക്ക് തിരുവചനം പഠിച്ചാൽ അറിയുവാൻ സാധിക്കും, മരുഭൂമിയിൽ വഴി തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. നിർജ്ജന പ്രദേശത്ത് നീരുറവ ഒഴുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തോട് കടന്നു ചെന്ന് പറയുക, ഇവരായിരിക്കുന്ന അവസ്ഥ മരുഭൂമി. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഈ വചനം പഠിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, നീ ആയിരിക്കുന്ന സ്ഥലം മരുഭൂമി എന്ന് നിന്റെ ബുദ്ധിമണ്ഡലം നിന്നോട് പറയും, ശത്രു നിന്നോട് പറയും, ഞാൻ എടുത്തു വെച്ച സ്റ്റെപ്പ് തെറ്റാണ്. ആമേൻ. ഇന്ന് നീ രാത്രി ഈ എട്ടിപ്പുറ പട്ടണത്തിലെ ഹെബ്രോൻ ചർച്ചിലാണ് ഇന്ന് രാത്രി നീ ഇവിടെ ആയിരിക്കുന്നത് കേവലം ഒരു മാനുഷിക ബുദ്ധിയിലല്ല. ആമേൻ. ഇന്ന് രാത്രി നിനക്കൊരു ഉറപ്പുണ്ടാകണം, നിന്റെ അപ്പന്റെ പ്രത്യേക പദ്ധതിക്കകത്ത് നീ ഇതിനകത്തായിരിക്കുന്നത്. ആമേൻ. മരുഭൂമി എന്ന് നിന്റെ ബുദ്ധി പറയുമ്പോൾ, ശത്രു ഇതിനകത്തും ഒരു നന്മയില്ല എന്ന് പറയുമ്പോൾ, സ്വർഗം പറയുന്നത് ഇതിനകത്തും 5000 ഞാൻ പുറത്തിറക്കും. ആമേൻ. നിന്നെ പോഷിപ്പിക്കുവാൻ ശക്തനായ ദൈവം. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ ഉറപ്പുണ്ട്? ആമേൻ. എത്ര ഡ്രൈനെസ് ഉള്ള ലാൻഡ് ആണെങ്കിലും അതിനകത്തുനിന്ന് നീ ദൈവത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറായാൽ, ഉറക്കപ്പെടുവാൻ തയ്യാറായാൽ ഒരു വർധനവ് നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി ഭൗതിക വിഷയമല്ല എന്റെ വിഷയം. ആമേൻ. ഇന്ന് രാത്രി സ്പിരിച്വലി ആർക്കൊക്കെ വളരുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവെ എനിക്ക് ഇതുവരെ ഒന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല, എന്നാൽ ഇന്ന് രാത്രി ഈ അവസ്ഥയിൽ ആമേൻ ഇതൊരു മരുഭൂമിയായി എനിക്ക് ഫീൽ ചെയ്യുക. ആമേൻ. എന്റെ ബുദ്ധി എന്നോട് പറയുന്നു, ഇതിനകത്തുനിന്ന് എനിക്കൊരു കൃപ
എന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കുവാൻ എനിക്ക് സാധിക്കില്ല. എന്നാൽ സ്വർഗം പറയുന്നു, നീ യഹോവയെ, നമ്മുടെ കുടിവാക്യം, നീ യഹോവയെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ നിന്റെ ഒന്നിന് മുട്ടില്ലാതെ വഴി നടത്തുന്ന ദൈവം, ആമേൻ, നിനക്ക് വേണ്ട സകലതും നിന്റെ മേൽ ചൊരിഞ്ഞു തന്ന് കഴിഞ്ഞ നാളുകളിൽ കേട്ട വാഗ്ദത്തം നിന്റെ അകത്ത് നിന്ന് ജ്വലിപ്പിക്കുവാൻ നീ തയ്യാറായാൽ എഡിൻബറ പട്ടണത്തെ പിടിച്ചു കൊടുക്കുന്ന ഒരു അഭിഷേകം നിന്നെ അകത്തുനിന്ന് പുറത്തോട്ട് കൊണ്ടുവരും. ആമേൻ, ഒഴുകും. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് മരുഭൂമി നമുക്കൊരു വിഷയമല്ല? കാര്യം എന്താണെന്നറിയുമോ? ഇന്ന് രാത്രി നിനക്കൊരു ഉറപ്പുണ്ടാകണം, എന്റെ ദൈവം സകല ജനത്തിന്റെ ദൈവമായ യഹോവ, എന്നെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി ആ ഒരു ഉറപ്പോടെ വേണം ഇന്ന് ഇവിടുന്ന് മടങ്ങി പോവാൻ. ആമേൻ. അങ്ങനെ ശിഷ്യന്മാർ അടുത്തൊരു പ്രതിസന്ധി അവന്റെ മുന്നിലേക്ക് എടുത്തിടുകയാ. ഒന്നാമതെടുത്തു മരുഭൂമി, ആമേൻ. അവൻ രണ്ടാമതെടുത്തിടുകയാണ് സമയം. ആമേൻ. സമയം നമുക്കറിയാം, ആർക്കും ഇല്ലാത്തത് സമയമാണ്. ആമേൻ. ഈ സമയം അവരോട് പറയാ, ശരിയാ. അവർ പറഞ്ഞ ശരിയാ, സമയം വൈകി. ആമേൻ. നിന്റെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ സമയം വൈകി. ആമേൻ. ഇനി അതിനകത്തൊരു പ്രതീക്ഷയില്ല, അതൊരു നിർജ്ജന പ്രദേശമാണ്, അടുത്ത വീടുകളില്ല. ഇനി ഇതിനകത്തുനിന്ന് ഇവർക്ക് വേണ്ടത് കൊടുക്കുവാൻ സാധിക്കത്തില്ല. ആമേൻ. എന്നാൽ ഈ സമയം എന്നുള്ള വിഷയം വരച്ചപ്പോൾ നമുക്ക് കാണുവാൻ വായിക്കേണ്ട, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു ദമ്പതികളുടെ മേൽ തന്റെ വാഗ്ദത്തത്തെ കൊണ്ട് ഇടുന്ന ഒരു അധ്യായമാണ്. ആമേൻ. അബ്രഹാമും സാറയും തന്റെ 75-ാം വയസ്സിൽ അവരുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം വന്ന് വീഴുമ്പോൾ സമയം വളരെ അതിക്രമിച്ചു. അവർക്ക് പോലും അവർ കേട്ട ശബ്ദത്തെ വിശ്വസിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം പറയുന്നു, വാഗ്ദത്തം ചെയ്തത് ഞാനാണെങ്കിൽ ഉവ്വെന്ന് തന്നെയാണ്. ആമേൻ. ആമേൻ. ആ 75 വർഷത്തോളം ആമേൻ അവരുടെ ജീവിതത്തിൽ അടഞ്ഞു കിടന്നത് എന്തോന്ന്, ആ പ്രോമിസ് അവരുടെ വീണിട്ട നിമിഷം മുതൽ അവരുടെ ശരീരത്തിന്മേൽ നിന്ന് പരിവർത്തിക്കുവാൻ തുടങ്ങി. ആമേൻ. ആമേൻ. അവർക്ക് പോലും സംശയമായി, ഇതിനി എങ്ങനെ സംഭവിക്കും? ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ ഒരു അത്ഭുതമായി മാറും? ഇന്ന് രാത്രി എന്റെ മുന്നിൽ ഒരുപാട് യുവാക്കൾ ഇരിപ്പുണ്ട്, ഒരുപാട് 40s 50s 60s ഇരിക്കുന്നവർ എന്റെ മുന്നിലുണ്ട്. ഒരു പക്ഷെ നിന്റെ പ്രായം വെച്ച് നീ നോക്കുമ്പോൾ കർത്താവ് ഇനി എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെന്ന് നിനക്ക് തോന്നും. ആമേൻ. ഇനി ഞാനൊരു അത്ഭുതമായി മാറുവാൻ സാധിക്കുമോ? ഇനി എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? എന്നാൽ സ്വർഗം പറയുന്നു, നിന്റെ ഏത് പ്രായവും എനിക്ക് വിലപ്പെട്ടതാ. ആമേൻ. നീ കൊടുക്കുവാൻ തയ്യാറായാൽ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ, അബ്രഹാമെ 100-ാം വയസ്സിൽ ഇന്ന് വരെ ചരിത്രം തിരിച്ചു കറക്കിയതുപോലെ ഇന്ന് രാത്രി നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അബ്രഹാം സാറയുടെ ഗർഭപാത്രം, നിർജീവമായിരുന്ന ഗർഭപാത്രത്തെ തുറന്ന ദൈവ സാന്നിധ്യം, അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ചലിക്കുന്നത്. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ സാറയുടെ ഗർഭപാത്രത്തെ തുറന്ന ദൈവ സാന്നിധ്യം. ആമേൻ. പ്രായം ഒരു വിഷയമല്ല, സമയം ഒരു വിഷയമല്ല, ചെയ്യേണ്ടതൊന്ന് മാത്രം. നിന്റെ ബുദ്ധിക്കോ ശത്രു നിന്റെ മേൽ കൊണ്ടിരുന്ന കൺഫ്യൂഷൻസിനെയോ മറച്ചു വെച്ചിട്ട് അതിന് മീതെ പരിവർത്തിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നീ കണ്ടു തുടങ്ങുവാൻ ഇടയാക്കണം. ആമേൻ. നിന്റെ ഉൾക്കണ്ണുകൾ തുറക്കുവാൻ തയ്യാറാകണം. എങ്കിൽ നീ ഇന്ന് വരെ അനുഭവിക്കാത്ത തലത്തിൽ ആമേൻ നിന്റെ പരിധികളെയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ അസാധാരണമായ അത്ഭുതങ്ങളും നിന്നിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ഇടയാകും. ആമേൻ. ആമേൻ. നമുക്കറിയാം ഈ സമയം പറയുമ്പോൾ 130 വയസ്സുള്ള ഇസഹാക്കിനെ നമുക്കറിയാം. ആമേൻ. യാക്കോബിനെ നമുക്കറിയാം. ആമേൻ. അവന്റെ ജീവിതത്തിൽ ആ പ്രായത്തിൽ അന്ന് വരെ കാണാത്തൊരു പ്രതിസന്ധി കടന്നു വരിക. അവന്റെ ഉച്ചമകനെ അവൻ നഷ്ടപ്പെടുക. അവൻ നിലവിളിക്കുക ദൈവസന്നിധിയിൽ നിന്ന്, കർത്താവ് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ പ്രായത്തിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ആമേൻ. ആമേൻ. ഈ എന്റെ നരയെ വ്യസനത്തോടെ ഞാൻ പാതാളത്തിലേക്ക് തള്ളിവിടുകയാണ്. എന്നാൽ കഴിഞ്ഞ 15 വർഷം അവൻ കരഞ്ഞ നിലവിളി, ആമേൻ, അവന്റെ മകനെ ചൊല്ലി കരഞ്ഞ നിലവിളി സ്വർഗം അന്ന് രാത്രി കേട്ടു. ആമേൻ. സ്വർഗം അവനോട് പറഞ്ഞു, നിന്റെ നരയെ വ്യസനത്തോടെ തള്ളിവിടുവാൻ ഈ സ്വർഗം അനുവദിക്കത്തില്ല. നിന്റെ നിലവിളിക്ക് മറുപടി നിരത്തക്ക നിലയിൽ ആമേൻ നിന്റെ മകനെ ഞാൻ മടക്കി തരുവാൻ പോവുകയാ. ആമേൻ. മടക്കി തരുമ്പോൾ അത് നഷ്ടപ്പെട്ട മകനായിട്ടല്ല നിന്നെ തിരിച്ചു വരുന്നത്, ഒരു അതോറിറ്റിയുള്ള മകനായി, ഒരു മന്ത്രി പദവിയുള്ള മകനായി, ആമേൻ, അധികാരമുള്ള മകനായി. ഇന്ന് രാത്രി ചിലതൊക്കെ നീ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുവാൻ തയ്യാറായാൽ സ്വർഗം നീ പഴയതുപോലല്ല. ചില പ്രത്യേകതകളോടുകൂടി, ചില അധികാരത്തോടുകൂടി കഴിഞ്ഞ നാളുകളിൽ നീ നിന്ന നിലയിലല്ല, പകരം ഇരട്ടിയായി നിന്റെ അകത്ത് വെളിപ്പെടുന്ന കൃപാവരത്തെ ജ്വലിപ്പിക്കത്തക്ക നിലയിൽ ഇന്ന് രാത്രി ഈ വചനത്തിൽ നിന്ന് എനിക്ക് പറയുവാനുള്ളത്, സമയപരിധി നിനക്കൊരു ന്യായമല്ല. ആമേൻ. സമയവും സാഹചര്യവും നിനക്ക് ഒരു
റെസ്ട്രിക്ഷൻ അല്ല. ഇന്ന് രാത്രി നീ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ്, ആമേൻ, ഇതിനെയെല്ലാം മാറ്റിവെച്ച് യഹോവയെ അന്വേഷിക്കുവാൻ നീ തയ്യാറായാൽ, അവന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറായാൽ, ആമേൻ, നീ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ. മൂന്നാമതേ അവരോട് പറയുന്നു, അവരുടെ ആവശ്യം, ആമേൻ, ആമേൻ, ആവശ്യമെന്ന വിശപ്പ്. ആമേൻ. ഇന്ന് രാത്രി വിശപ്പ്, അവിടെ വിശപ്പ് അവരുടെ ഒരു ആവശ്യമായി നിന്നതുകൊണ്ട്, ആ ആവശ്യം ദൈവസന്നിധിയിൽ കടന്നു വന്നതുകൊണ്ടാണ് അന്ന് രാത്രി ദൈവം അവരുടെ വിശപ്പിനെ മാറ്റിയത്. ഇന്ന് രാത്രി എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, ആമേൻ, ഈ ഒരു വിശപ്പും ദാഹം നിന്റെ അകത്തുണ്ടാകണം. ആമേൻ. ഈ ദിവസങ്ങളിൽ, ആമേൻ, ദൈവമേ എനിക്ക് ഇത്രയും ചെയ്താൽ പോരാ, നിന്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് ഇനി ഓടണം. ആമേൻ, ആമേൻ, ആമേൻ. മോശ സങ്കീർത്തനത്തിൽ പറയുന്നു, ആമേൻ, എന്റെ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക നിലയിൽ എന്റെ നാളുകളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ, ആമേൻ. നാളുകളെ എണ്ണുവാൻ തിരിച്ചറിയുന്നവരുടെ പ്രത്യേകത, ഇന്നത്തെ ജോലി നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കത്തില്ല, പകരം നാളത്തതുകൂടി അവർ ഇന്ന് ചെയ്ത് അവരുടെ അകത്ത് ഒരു അഡ്വാൻസ്, ഒരു അഗ്രസീവ് നേച്ചർ വെളിപ്പെടും. ആമേൻ. ഇന്ന് രാത്രി അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മുടെ നാളെത്തുകൊണ്ട് ഈ ഭൂമിയിൽ അറിയില്ല. ലഭിച്ച ആയുസ് ദൈവത്തിന് വേണ്ടി ഓടുവാൻ, ദൈവത്തിന്റെ ഹിതം ചെയ്തെടുക്കുവാൻ, അവനെ എങ്ങനെയെങ്കിലും പ്രസാദിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ എന്നെ ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഈ വചനത്താൽ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദി അപ്പ. കർത്താവെ, ഇന്ന് വചനത്തിൽ കൂടെ സംസാരിച്ചതുപോലെ കർത്താവെ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ആമേൻ. മാനുഷികമായി നോക്കിയാൽ ഇതിനെ മറികടക്കുവാൻ അസാധ്യമാ. ആമേൻ. നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ അസാധ്യമാ. ആമേൻ. ഞങ്ങളുടെ അവസ്ഥ കർത്താവെ, ഞങ്ങളുടെ സമയം കർത്താവെ, ഞങ്ങളുടെ ആവശ്യം, ഇത് മൂന്ന് ഞങ്ങളുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നു. എന്നാൽ ഇന്ന് വചനത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പ് ലഭിച്ചു. ആമേൻ. ഇതിനെയൊക്കെ മറികടന്ന് പ്രവർത്തിക്കുന്ന ഒരു ആത്മാവ് ഞങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നുണ്ട്. ആമേൻ. ഇന്ന് രാത്രി അതിനുവേണ്ടി പരിപൂർണമായി ഞങ്ങളെ തന്നെ വരവേൽപ്പിക്കുക. നിന്റെ ഹിതം ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് ചെയ്തെടുക്കണമേ അപ്പ. കർത്താവെ, നിനക്കൊരു നനങ്ങുന്ന ഒരു ആയുധമാക്കി, നിനക്കിണങ്ങുന്ന ഒരു പാനപാത്രമാക്കി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ മാറ്റിയാട്ടെ അപ്പ. ഈ പട്ടണത്തിന് കർത്താവെ, അനേകം ഈ ദൈവസ്നേഹത്തെ അറിയാതിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളിൽ വെളിപ്പെട്ട ഈ ദൈവസ്നേഹം അവരിലേക്ക് ഒഴുകുവാൻ, കർത്താവെ, ഈ ദൈവസ്നേഹത്തിനകത്തേക്ക് അവരെ വിളിച്ചു ചേർക്കുവാൻ ഞങ്ങളെ കർത്താവ് ഇടയാക്കിയാട്ടെ. കർത്താവെ, കുറ്റമായി പരമേൽപ്പിക്കുന്നു. വചനം ഇത് വിടുതലായി വ്യാപരിച്ചതിനാൽ നന്ദി. സകല മഹത്വം അങ്ങേക്ക്, സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ.